പറവകളുടെ കൊച്ചിയാണ്. കൊച്ചി എന്ന് വെച്ചാൽ അസൽ ഫോർട്ട് കൊച്ചി. മൺസൂണിന്റെ വരവോടെ അറബിക്കടലിന്റെ റാണിയുടെ ആകാശം മത്സരപ്രാവുകൾ ഏറ്റെടുക്കും. കാറ്റിലെ ഈർപ്പമോ ചൂടോ വകവയ്ക്കാതെ തന്നെ പറത്തിവിട്ട് ഇടങ്ങളെ വലം വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം നിർത്താതെ അവരങ്ങനെ പറന്നു മുന്നേറും. ചിലപ്പോൾ ദിവസങ്ങളോളം നീളും ആ പറക്കൽ. ഇവിടുള്ളവർക്ക് വെറും കൗതുകമല്ല, മറിച്ചൊരു വികാരമാണ് പറവ. ഇവിടെ കൊച്ചിയിൽ എല്ലാവർക്കും ഒരു ക്രൈസുള്ള ഒരു സംഭവമാണ് പ്രാവനുള്ളത്. മുൻകാലങ്ങളിൽ നമ്മളിങ്ങനെ കൂടി നിന്നാൽ അവർക്കറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്തിനാണ് അവർ നിൽക്കുന്നത്. പ്രാവിൻ്റെ ഒരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ എന്തായാലും കൊച്ചിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ വാപ്പയാണെങ്കിലും വാപ്പാൻ്റെ ചെറുപ്പം മുതലുള്ള കഥകളൊക്കെ പറയാനാണ് പ്രാവിനെ ബേസ് ചെയ്തിട്ട്. അപ്പം മുതലുള്ളതാണ് പ്രാവിൻ്റെ ഇത് ഇവിടുന്ന് പോകില്ല ഈ പ്രാന്ത്. മട്ടാഞ്ചേരിക്കാറൊരു വികാരമാണ്. മഴ ഇടിവെട്ട് ഇങ്ങനെ ഉള്ള ഒരു ടൈമാണ്. ഈ ടൈമിലാണ് ഈ പ്രാവിൻ്റെ ടൂർണമെൻറ്റ് കോമ്പറ്റീഷൻ നടത്തുന്നത്. ഈ മഴയും ഇതെല്ലാം താണ്ടി വേണം ഈ പ്രാവ് പറക്കാൻ വേണ്ടി. ഒരു പ്രാവിന് തൂല് വലിച്ചെല്ലാം ഇതാക്കി കഴിയുമ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അമ്മേനെ പറത്താൻ വിടുന്നത്. ആ പറത്തിൽ ഒന്ന് ചുറ്റി അവർ ചിലപ്പോൾ മാറി അവിടെയൊക്കെ ഇരിക്കും. അതൊക്കെ നോക്കിയും കണ്ടും കറക്റ്റ് കുടുംബത്തിറക്കാം. ഇതിന് ശരിക്കും വാച്ചിങ്ങും കെയറിങ്ങും ആണ് മസ്റ്റ്. എന്ന് വെച്ചാൽ അവരെ ഫുഡ്, അവരെ ആരോഗ്യം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവരെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വളർത്തുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. ഒറ്റയ്ക്കും കൂട്ടായും നടത്തപ്പെടുന്ന മത്സരങ്ങളുടെ സമയദൈർഘ്യം അടക്കമുള്ള സ്വഭാവം കൊണ്ടാകാം മത്സരങ്ങൾക്ക് ആവേശം പകരുവാൻ തക്ക കാണികളുടെയോ ആസ്വാദകരുടെയോ വലിയ പങ്കാളിത്തമൊന്നും നിരന്തരം കാണുവാൻ കഴിഞ്ഞേക്കില്ല. എങ്കിലും വിപുലമായ മുന്നൊരുക്കങ്ങളോടെ തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികളും അവരുടെ പറവകളും വേറെ ലെവലാണ് കൊച്ചിയിൽ. മാത്രവുമല്ല, സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ താരങ്ങളാണ് ഇവരിൽ പലരുമെന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഭ്രാന്ത് പോലെയാണ് ഇത്. കാരണം എത്ര മാറാൻ നോക്കിയാലും നമുക്ക് മാറാൻ പറ്റില്ല. ഇതിലേക്ക് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം നിർത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മതി ഇനി നിർത്താൻ, പക്ഷേ നമുക്ക് പറ്റുന്നില്ല അത്. കാരണം ഈ പ്രാവിനെ കുറിച്ച് അറിഞ്ഞ് അത്രയും ഇതായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ അതിന് പറ്റൂല എന്നുള്ളതാണ് നമ്മുടെ ഇത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സംബന്ധിച്ചിട്ട് നമുക്ക് ഇതെന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് അല്ലാണ്ട് നമ്മളൊരു ലൈഫിൻ്റെ ഒരു ഭാഗം കൂടെ ആയിട്ട് മാറിയേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയോ കാലങ്ങളോളം നമ്മുടെ കൂടെ ഈ പ്രാവ് നമ്മൾ അതിനെ സംരക്ഷിച്ചും നമ്മൾ ഇഷ്ടപ്പെട്ടും നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ട് നടന്നത്. എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങളൊരു പ്രാവിനെ വളർത്തി നിങ്ങളൊരു കുടുംബത്തെ ഇണക്കിയിട്ടുണ്ട നല്ലൊരു ബേഡാണെങ്കിൽ അതിന് ചിറകേണ്ട ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ലാൻഡിങ് പൊസിഷനിൽ തന്നെ വന്ന് ഇറങ്ങും. ക്വാളിറ്റിയുള്ള ബേഡ് ഒരു 500 ലോഫ്റ്റെങ്കിലും ഉണ്ടാവും. അതായത് ടൂർണമെൻറ്റ് ബേസ് ചെയ്തിട്ട്. അതല്ലാതെ നോക്കണമെങ്കിൽ ഒരു 10,000-5,000 ഉണ്ടാവും. ഏത് ടൂർണമെൻ്റ് അല്ലാതെ ഒരു ടൈം പാസിന് വളർത്തുന്ന ആൾക്കാരുണ്ട്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് അവരൊരു റിലീഫിന് വേണ്ടി മാത്രം ഒരു 2 മണിക്കൂറൊക്കെ പറത്തിയിട്ട്. സ്പോർട്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വിനോദവും മാറും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് നമ്മൾ. കൊച്ചിയുടെ മട്ടുപ്പാവുകളിൽ ആയിരക്കണക്കിന് പ്രാവിൻ കൂടുകളാണ് സവിശേഷ പരിഗണനയോടെ സജീവമാകാറുള്ളത്. 4-ലേറെ മികച്ച ക്ലബ്ബുകൾ, കൂട്ടായ്മകളും മത്സരങ്ങളും സംഘടിപ്പിച്ച് പറവ സ്നേഹികളോടൊപ്പമുണ്ട്.